നമ്മൾ പറയാൻ പോകുന്നത് ന്യൂറോലിങ്കിന്റെ കുറച്ച് അപ്ഡേഷൻ. ന്യൂറോലിങ്കിന്റെ പുതിയൊരു വീഡിയോ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പുറത്തുവിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ അതിനെക്കുറിച്ച് ജസ്റ്റ് നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ന്യൂറോലിങ്കിന്റെ എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്? ന്യൂറോലിങ്കിന്റെ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വലിയ അപ്ഡേഷൻ ഒന്നും ഇവർ കൊണ്ടുവന്നിട്ടില്ല. എലോൺ മസ്കും BJയും എന്തൊക്കെയോ 2023 തൊട്ട് 2025 ഏകദേശം 2 കൊല്ലത്തിൽ ഇവരുടെ കമ്പനിക്ക് വന്നിരിക്കുന്ന പ്രോഗ്രസ് അല്ലെങ്കിൽ ഇവരുടെ ഡെവലപ്മെന്റ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ന്യൂറോലിങ്കിന്റെ ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് കണ്ണ് കാണത്തില്ലാത്ത കണ്ണ് കാണാൻ പറ്റും. ഇപ്പോൾ ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിൻ്റെ അടുത്ത് നമ്മൾ കാണുന്ന വിഷ്വലിനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ തലച്ചോറിലെ വിഷ്വലിനെ ഫോക്കസ് ചെയ്യുന്നതിനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എടുത്ത് ആ സാധനത്തെ ഇഞ്ചെക്ട് ചെയ്യും. തലയോട്ടിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്ന സാധനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കോമഡി അല്ലാണ്ട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. DJയും അതേപോലെ തന്നെ നമ്മുടെ എലോൺ മസ്കും കൂടി ചേർന്നിട്ടായിരുന്നു ഇതിന്റെ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. DJ എന്ന് പറയുന്നത് അത് ഇതിന്റെ കോ ഫൗണ്ടർ തന്നെയാണ്, അതായത് ന്യൂറോലിങ്കിന്റെ ഒരു കോ ഫൗണ്ടറാണ്. അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നോർമലി ഇപ്പം എലോൺ മസ്കിന്റെ എല്ലാ സ്ഥാനത്തിൻ്റെ അകത്തും അതേപോലെ ന്യൂറോലിങ്കിലും അത് സ്പേസ് എക്സിലും അതേപോലെ സ്റ്റാർലിങ്കിലും ടെസ്ലയിലൊക്കെ ആണെങ്കിലും കുറേ അധികം കോ ഫൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ 2023 ഇത് ന്യൂറോലിങ്ക് ആദ്യമായിട്ട് പബ്ലിക്കലി ഓപ്പൺ ആക്കുന്നത്. അതേപോലെ തന്നെ 2023 തൊട്ട് 2025 2 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ആണ് ഇവരുടെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. 2025 അവർക്ക് പുതിയൊരു വലിയൊരു അപ്ഡേഷൻ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രാജ്യങ്ങളിൽ അവരുടെ ഇംപ്ലാന്റേഷൻ മനുഷ്യനിൽ പരീക്ഷിക്കാനുള്ള ഒരു അനുമതി 3 രാജ്യങ്ങളിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് കാനഡ, UK, UAE എന്നീ പറയുന്ന 3 രാജ്യങ്ങൾ മനുഷ്യനിൽ ഈ സാധനം ഇംപ്ലാന്റ് ചെയ്യാനായിട്ടുള്ള അനുമതി നമ്മുടെ എലോൺ മസ്കിന്റെ ന്യൂറോലിങ്കിന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആദ്യമായിട്ട് ഈ സാധനം വെച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ ജൂൺ 2024 ആദ്യമായിട്ട് ഒരു സാധനം വെച്ചിട്ടുള്ള മനുഷ്യന്റെ വീഡിയോസും കാര്യങ്ങളും, അയാൾ ഗെയിം കളിക്കുന്നതും അയാൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതും അയാൾ ഈ ചിപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായതാണ്. ആദ്യം ഒരാൾ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് വേറൊരാൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ ഗ്യാപ്പുകൾ വളരെയധികം കുറഞ്ഞു വന്ന് ഇപ്പോൾ അത് 2025 ഒരു ആൾ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 1 വീക്കിനുള്ളിൽ അടുത്തൊരാളോടെ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അത്രയും വലിയൊരു പ്രോഗ്രസ് ഇവരുടെ കമ്പനിക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കാറ്റഗറി ചിപ്പുകളാണ് ഇവരിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ടെലിപ്പതി എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ബ്ലൈൻഡ് സൈഡ്, അതേപോലെ ഡീപ്പ് എന്ന് പറയുന്ന 3 കാറ്റഗറീസ് ഉള്ള ചിപ്പുകളാണ് ഇവരിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. N1 ചിപ്പുകൾ എന്ന് പറയുന്ന ഒരു ചിപ്പുകളാണ് ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ടെലിപ്പതി എന്ന് പറയുന്നത് നമുക്കറിയാം സ്പീച്ച് മോട്ടർ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ബ്ലൈൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ പേര് പോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം, ഒരു സൈസിലുള്ള ചിപ്പും ഇവർ പുതിയതായിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ റോബോട്ടിക്, അതായത് ഫുള്ളി ഓട്ടോണമൈസ് ആയിട്ടുള്ള റോബോട്ടാണ് ഇത് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അതിനാദ്യം നമ്മുടെ തലച്ചോറിൻ്റെ കാൽപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഈ സാധനം ഈ സിസ്റ്റം അതിൻ്റെ അകത്തേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മെഷീൻ്റെ ആദ്യം ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റത്തിന് 17 സെക്കൻഡ് ആയിരുന്നു ഒരു ത്രെഡ് പിൻ ചെയ്യാൻ വേണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷൻ മെഷീൻ്റെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് 1.5 സെക്കൻഡ് കൊണ്ട് ഒരു ത്രെഡിന് നമുക്ക് നമ്മുടെ തലച്ചോറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര ചെറുതായിട്ടുള്ള നമ്മുടെ തലച്ചോറിൽ വരുന്ന ഇലക്ട്രിക്കൽ വേവ്സിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന കൂടെ ഭയങ്കര ചെറുതായിട്ടുള്ള ഒരു സൈസ് സാധനമാണ് കേട്ടോ. ഒരു സൈസ് സാധനമാണ് ഇതിൻ്റെ നമ്മുടെ തലച്ചോറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഈ ചിപ്പ് എന്ന് പറയുന്നത് ചാർജബിൾ ചിപ്പാണ്. അതേപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കോശങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഷെല്ലുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തലച്ചോറിനുള്ളിലുള്ള സാധനങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂയോ കേടുപാടുകളോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ചാർജിങ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. 24 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് സമയം എന്ന് പറയുന്നത്. മീൻസ് ചാർജ് കിട്ടുക എന്ന് പറയുന്നത്. ഇത് മാഗ്നറ്റിക് ചാർജിങ് ആണ്, അതായത് വയർലെസ് ചാർജിങ് ആണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മാഗ്നറ്റ് പോലത്തെ റൗണ്ടിലൊരു മാഗ്നറ്റ് പോലെ സാധനമുണ്ട്. അത് നമ്മുടെ ഇവിടെ നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ആ സെയിം സിസ്റ്റം തന്നെ എന്നാണല്ലോ ഇത് അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ഇതിൻ്റെ വലിയൊരു അപ്ഡേഷൻ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് 3 ദിവസത്തെ അടുത്തോളം ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി നിൽക്കുമെന്നും അതേപോലെ തന്നെ വിത്തിൻ 1 മണിക്കൂർ കൊണ്ട് ഈ സാധനം ചാർജ് ആകുമെന്നും അവർ പറയുന്നുണ്ട്. അതിൻ്റെ വലിയൊരു അപ്ഡേഷൻ ഭാഗങ്ങളും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ പോകുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ 3 കാറ്റഗറി ചിപ്പുകൾ നമുക്ക് ഏതിൽ ഒരെണ്ണമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏത് ഭാഗത്താണോ എന്തിനാണോ കംപ്ലൈൻ്റ് ഉള്ള ആ ഭാഗത്തേക്ക് നമുക്ക് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇത് 3 കംപ്ലൈൻ്റ് ഉള്ള ആൾക്ക്, ഇപ്പം തലച്ചോറ് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ബാക്കി ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ 3 ഒരുമിച്ച് ഇംപ്ലാന്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെയുള്ള സിസ്റ്റത്തിലേക്ക് ഇവർ മാറ്റുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള N1 ചിപ്പുകൾ നമുക്ക് നമ്മുടെ തലച്ചോറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതൊക്കെയാണ് ഈ 1 മണിക്കൂറുള്ള വീഡിയോയ്ക്കകത്ത് വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു തലച്ചോറിലെ പ്രവർത്തനം, അത് കൈ പോയി കഴിഞ്ഞാൽ കൈ പോയി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിടത്ത് നമുക്കിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൈ വെക്കാൻ പറ്റും. ആ ഡ്യൂപ്ലിക്കേറ്റ് കൈയിനെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. നമ്മുടെ ഒറിജിനൽ കൈ പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് 2 കുറ്റം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ പുള്ളിനെ കുറിച്ച് കുറ്റം പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. വേണം കുറ്റം പറയാം. എലോൺ മസ്കും ട്രംപുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കത്തിക്കേറി നിൽക്കുമ്പോഴാണ് ന്യൂറോലിങ്കും അതേപോലെ തന്നെ ന്യൂറോലിങ്കിന്റെ പുതിയ അപ്ഡേഷനും അതേപോലെ തന്നെ സ്പേസ് എക്സിന്റെ പുതിയ അപ്ഡേഷനുകളും
അതേപോലെ നമ്മുടെ ടെസ്ലയുടെ പുതിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളി ഒന്ന് കുലുക്ക് സൃഷ്ടിക്കാൻ നോക്കുന്നത് ഇതിനാണെങ്കിലും പുള്ളി ഇടുന്നുണ്ട്, പുള്ളി പുറത്തു വിടുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് മാറട്ടെ എന്നുള്ള പ്രത്യാശയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ നമ്മളെ കേരളത്തിൽ സംബന്ധിച്ച ഒരു നമ്മളെ സംബന്ധിച്ചൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു വ്യക്തിക്ക് ന്യൂറോളിങ്ക് പോയി ഇംപ്ലാന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി പൈസ ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ആ ഒരു സിസ്റ്റം നമുക്കും അവൈലബിൾ ആകുന്ന രീതിയിലുള്ള സിസ്റ്റം ലോകത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ബൈബിൾ വായന നിർത്താൻ കഴിയും. ബൈബിൾ സ്റ്റാർട്ട്.